ക്ലാസ് 9 കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് ആദ്യത്തെ ചാപ്റ്റർ. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ആറ്റോമിക് നമ്പറും മാസ് നമ്പർ, അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. 288 എന്നുള്ള ആ റൂൾ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. വാലൻസി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഐസോടോപ്സ്, ഐസോബാർ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലെ പീരിയോഡിക് ലോ, അതായത് മോഡേൺ പീരിയോഡിക് ലോ നിങ്ങൾ പഠിച്ചിരിക്കണം. ഗ്രൂപ്പ്സ്, പീരിയഡ്സ് അത് ഏതൊക്കെയാണ് വരുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കുക. ആറ്റോമിക് സൈസ്, വാലൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. പീരിയോഡിക് ലോ ചോദിക്കാറുണ്ട്. ആറ്റോമിക് സൈസ് എന്തുകൊണ്ടാണ് അക്രോസ് ദ പീരീഡ് വരുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗ്രൂപ്പും പീരീഡും ഒക്കെ കണ്ടുപിടിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കുക. ആറ്റോമിക് നമ്പർ തന്നിട്ട് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. അതിൽ അയോണിക് ബോണ്ട്, അതുപോലെ തന്നെ കോവാലൻ ബോണ്ട് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. കോവാലൻ ബോണ്ട് ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ അയോണിക് ബോണ്ടിന്റെയും കോവാലൻ ബോണ്ടിന്റെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഫോർമേഷൻ ഓഫ് അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് അയോണിക് ഡിഫറൻസിയേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. ഫോർത്ത് ചാപ്റ്റർ ആണ് റിഡോക്സ് റിയാക്ഷൻ. അതിൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡേഷൻ നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഷുറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്, റിഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്, അതിന്റെ എക്സാമ്പിൾസും ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്. അതിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. റോൾ ഓഫ് കാറ്റലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓരോരോ സെക്ഷൻ ഉണ്ടല്ലോ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, സർഫസ് ഏരിയ ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും ചോദിക്കും കേട്ടോ. അപ്പം ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കാറ്റലിസ്റ്റിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, അതൊക്കെ ചോദിക്കാറുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. ദെൻ സിക്സ്ത് ചാപ്റ്റർ ആണ് സൊല്യൂഷൻ. അതിലെ സൊല്യൂഷൻ എന്താണ്, സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കോൺസെൻട്രേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോലുബിലിറ്റി, അപ്പോൾ സോലുബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. സൊല്യൂഷൻ, സോൾവെന്റ്, സൊല്യൂട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ സെവൻത് ചാപ്റ്റർ ആണ് നോൺ മെറ്റൽസ്. അതിലെ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ അതൊക്കെ പഠിച്ചിരിക്കുക. കോമ്പൗണ്ട്സ്, കാർബൺ ഡൈ ഓക്സൈഡും അമോണിയ ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. യൂസസ്, നോൺ മെറ്റൽസിന്റെ യൂസസ് ഒക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് 10th വരുന്നതാണ്. അപ്പോൾ ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കുന്നത്. കാർബന്റെ പ്രോപ്പർട്ടീസ്, കോവാലൻ ബോണ്ടിങ് ഒക്കെ പഠിച്ചിരിക്കുക. ഹൈഡ്രോ കാർബൺസ് കേട്ടോ, മീതേന്, ഈതേന് കേട്ടോ, ഹൈഡ്രോ കാർബൺസിനെ കൂടി പഠിച്ചിരിക്കുക. അതിന്റെ പേര് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ സഫിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഹൈഡ്രോ കാർബൺ എന്താണെന്നും ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ എന്താണെന്നും സ്ട്രക്ചർ വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വരച്ചൊക്കെ പഠിക്കട്ടോ. സ്ട്രക്ചർ കാര്യങ്ങൾ, മീതേന്റെ സ്ട്രക്ചർ വരയ്ക്കാനും അതിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി തന്നെ, അത് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രമിക്കുക കേട്ടോ.